വെൽക്കം ഓൾ ആന്ത്രപ്രനേഴ്സ് ആൻഡ് മൈ സ്റ്റുഡൻസ്. ഞാൻ കോഴിക്കോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ സിറ്റിയുടെ എക്സ്റ്റൻഷനെ കുറിച്ച് ഞാനിവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുവാണ്. ഇതൊരു ഹോബിക്കായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എന്നോട് കൂടി നിന്നുകൊണ്ട് ഒരു നല്ല എക്സലൻറ്റ് ആന്ത്രപ്രണറായി തീരാനായിട്ട്, വലിയ സംരംഭകനായി മാറാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ പ്രോഗ്രാം. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ളവർ മാത്രം കാണുക, അത് മുഴുവൻ കാണുക. കുറേ ടൈം എടുക്കുന്നുണ്ട്, എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്, മുഴുവൻ കാണുക. ഓക്കെ. അപ്പോൾ ഈ കേരളത്തിൽ നമുക്ക് കേരളം മൊത്തം നമ്മൾ സഞ്ചരിച്ചാലും ജോലി ചെയ്താലും ഇവിടെ ഒന്നും നമുക്കൊരു ലൈഫ് കൃത്യമായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൗകര്യമില്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് ജോലി കിട്ടിയിട്ട് പോലും, ഇപ്പം ഇൻഫോ പാർക്കിലൊക്കെ ജോലി കിട്ടിയിട്ടും പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ, ചെറുപ്പക്കാർ ജോയിൻ ചെയ്യുന്നില്ല. അവർ പറയുന്നൊരു കാര്യം, കേരളത്തിൽ വന്നിപ്പോൾ 2 ലക്ഷം രൂപ ശമ്പളം കിട്ടി, പക്ഷേ ഞങ്ങൾക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബാംഗ്ലൂർ ആണെങ്കിൽ അത് വലിയ എൻജോയ്മെൻറ്റാണ്. എന്തുകൊണ്ട് കേരളം വിട്ടുപോകുന്നു? കേരളത്തിൽ നമുക്കൊരു പൈസ ഉണ്ടാക്കിയാൽ അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ ദുബൈയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ദുബൈയിലെ ഒരുപാട് എൻജോയ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ അങ്ങോട്ട് വരികയും അവിടെ വന്ന് താമസിക്കാനായിട്ട് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതേമാതിരി എന്നാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വരാൻ പറ്റുന്ന ഒരു 10-20 പ്രസ്ഥാനങ്ങളാണ് നമ്മൾ കോഴിക്കോടാണ് നമ്മൾ ആദ്യമായിട്ട് എടുത്തേക്കുന്നത്. അത് എനിക്ക് ഏതാണ്ട് 1.5 ലക്ഷം സ്റ്റുഡൻസ് കേരളം മുഴുവനുണ്ട്. അപ്പോൾ അവരെ എനിക്ക് ഈ യൂട്യൂബിൽ കൂടെ ആണ് നേരിട്ട് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുക, സംസാരിക്കാനായിട്ട് പറ്റുക. അപ്പം അതുകൊണ്ടാണ് ഞാനപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളൊരു കേൾക്കുകയാണ്. സ്റ്റുഡൻസിനാണ് ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ ഓഫർ ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും വരുന്നത് ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടലിൻ്റെ, അതിൽ തന്നെ ഏറ്റവും ലക്ഷറി ഒരു ഹോട്ടൽ വിത്ത് കൺവെൻഷൻ സെൻറ്റർ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ വിത്ത് കൺവെൻഷൻ സെൻറ്ററാണ് നമ്മൾ കാലിക്കറ്റ് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് 200 റൂംസിന് മുകളിൽ ഉണ്ടാവും. അപ്പം അതാണ് മേജറായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ആരാ നടത്തുന്നത് വെച്ചാൽ പുറത്തുനിന്ന് ഓരോ ഏജൻസിയുമല്ല, എൻ്റെ സ്റ്റുഡൻസ് അവർ ഫണ്ട് ചെയ്ത് അവരെ കൊണ്ട് നടത്തി. അതിൻ്റെ ലാഭവും അവരുടെ ജീവിതവും ഈ പറഞ്ഞ അവർ ഒരു 65 വയസ്സ് മുതൽ 99 വയസ്സ് വരെയുള്ള ജീവിതകാലത്ത് പോലും അവർക്ക് കൃത്യമായി നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന, അത് ആവശ്യമുള്ള ആൾക്കാർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകാൻ പറ്റുന്ന രീതിയിൽ ലോകത്തിൽ അതിൻ്റെ എക്സ്പേർട്സിനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളവിടെ ഇങ്ങനത്തെ ഒരു ഭയങ്കര ക്ലാസ് ഹോട്ടൽ ഒരെണ്ണം കൊണ്ടിരുന്നത്. അതുകൂടാതെ അവിടെ വരുന്ന അടുത്ത അതിനോട് ചേർന്നൊക്കെ വരാവുന്നത് ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ബ്രൈഡൽ സ്റ്റുഡിയോ ആൻഡ് വെഡ്ഡിങ് റിസോർട്ട്, ഇത് രണ്ടും കൂടെ വരുവാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്നാണെങ്കിലും അറബി മേഖലയിൽ നിന്നാണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ നിന്നാണെങ്കിലും കല്യാണങ്ങൾക്ക് ഈ ഡെസ്റ്റിനേഷനായിട്ട് അവർക്ക് പോയി നടത്താവുന്നവരെല്ലാം അന്വേഷിക്കാറുണ്ട്. ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടത്താൻ പറ്റുന്നിടത്തെല്ലാം ഭയങ്കര തിരക്കാണ്. അപ്പോൾ അത് നടത്താൻ പറ്റിയ, അപ്പോൾ ആ ബ്രൈഡ്സിനെ ഗ്രൂം ചെയ്യണം, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേക സംവിധാനങ്ങൾ വേണം. അപ്പോൾ ഏറ്റവും നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഗ്ലോബലിയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന്, അപ്പോൾ ഈ ഫെസിലിറ്റി കിട്ടിയ ഒരുപാട് പേര് വരും. അതുകൂടാതെ നമ്മുടെ വെഡ്ഡിങ് റിസോർട്ട് ഇവിടെ വെച്ച് നടത്താനായിട്ട്, നമ്മുടെ കേരളത്തിലെ പോലെ കല്യാണ മണ്ഡപത്തിൽ വെച്ചായിട്ടല്ല ലോകത്ത് കല്യാണങ്ങൾ ഒരുപാട് നടത്തുന്നത്. യൂറോപ്പിൽ നിന്നാണെങ്കിലും ഈവൻ US നിന്നാണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ നിന്നാണെങ്കിലും ഇതിലോട്ട് വരാൻ പറ്റിയ തന്നെയല്ല, നമ്മുടെ ആ ഒരു വെഡ്ഡിങ് റിസോർട്ടിൽ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് നടത്താനായിട്ട് താല്പര്യമുള്ള സ്റ്റുഡൻസ്, ഞാനുമായിട്ട് ബന്ധമുള്ളവർ, നിങ്ങൾ സംഘടിക്കുക. ഇപ്പം തന്നെ നോക്കിയിട്ടൊരു വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ, ഇതിൽ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ ഞാനുമായിട്ട് ഇരുന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും. ഹോട്ടലാണെങ്കിലും ഇതാണെങ്കിലും അതെങ്ങനെ കൂട്ടം, എന്നിട്ട് നിങ്ങൾ പരസ്പരം നിങ്ങളെക്കൊണ്ട് ഐദർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓർ LLP, എന്നിട്ട് അതിൻ്റെ ഫണ്ടിങ് എടുക്കേണ്ട, ഗ്ലോബലി എടുക്കേണ്ട ഫണ്ട്, എനിക്കൊരു 300-ലധികം ഫണ്ട് എടുക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ആ ഫണ്ട് എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങൾക്കത് ഹാൻഡ് ഹോൾഡ് ചെയ്ത് നിങ്ങളെ മെൻറ്റർ ചെയ്ത് ആ സ്ഥാപനം അവിടെ വിജയിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത്, ഇങ്ങനെയുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനല്ല, ഡോണ്ട് തിങ്ക് ഇൻ ദാറ്റ് വേ. അതുകൂടാതെ നമ്മൾ അവിടെ വീണ്ടും കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുക ഒരു എക്സ്ക്ലൂസീവ് ഡയമണ്ട് ഷോറൂം. ഡയമണ്ട് ഷോറൂമിനകത്ത് നമുക്ക് ഭയങ്കര സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് ഏറ്റവും വലിയ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡയമണ്ട് ഷോറൂം എന്ന് പറഞ്ഞാൽ എല്ലാ ചോയ്സസും, പ്രത്യേകിച്ച് കാരണം വെഡ്ഡിങ് റിസോർട്ടൊക്കെ വരുന്നതുകൊണ്ട് ഏറ്റവും വലിയ ചോയ്സും അവിടെ ഉണ്ടാകണം. അപ്പോൾ ആ ഒരു മേഖലയിൽ താല്പര്യമുള്ള ആൾക്കാർ ഡെഫിനറ്റായിട്ടും ഇതിൽ പ്രതികരിക്കുക. അപ്പോൾ അവരെ ഇരുത്തി ഞാൻ പ്രത്യേകമായിട്ട് സംസാരിച്ച് നിങ്ങൾ തമ്മിൽ ചെയ്തിട്ട്, പിന്നെ നിങ്ങൾക്ക് ഗ്ലോബൽ ഫണ്ടിങ് ആവശ്യമുള്ളതാണ്, അതിനുള്ള പ്രൊവിഷൻസും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ നമ്മളിപ്പം ഗ്രീൻ സിറ്റി പ്രോജക്റ്റിനകത്ത് ആദ്യത്തെ സ്റ്റേജിൽ നമ്മളവിടെ ഒരു മിനിമം ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ് വരുന്നത്. അതിനകത്ത് നമ്മൾ ഒരു 600 CR നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിപ്പോൾ ഏതാണ്ട് നമുക്ക് അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്, വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല.
രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ പറയാൻ പോകുന്ന നമുക്ക് 10-20ഓളം ഓർഗനൈസേഷൻസ് പ്രസ്ഥാനങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് 2000 CR ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു 20,000 CR എങ്കിലും വിറ്റുവരവിലേക്ക് നമ്മൾ പോകാൻ പറ്റിയ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അതുമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റേജ് ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ഏതാണ്ട് 10,000 CR ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം കൂടെ മൂന്നാമത്തെ ലെവലാകുമ്പോഴത്തേക്കും 10,000 CR ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രീൻ സിറ്റിയുടെ ലെഗുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് പക്ഷേ വെൽ കണക്റ്റഡ് ആയിട്ടുള്ള, കാരണം ചിലതിനൊക്കെ എക്സ്ക്ലൂസിവിറ്റി വേണം, അപ്പോൾ വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ അടുത്തത് പറയാം. അപ്പോൾ അടുത്ത ഓരോന്നും പറയുമ്പോൾ നിങ്ങളതിൽ ഭയങ്കരമായി താല്പര്യമുള്ളവർ മാത്രം, തമാശയ്ക്ക് വേണ്ടി കയറാതെ താല്പര്യമുള്ളവർ മാത്രം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ മീറ്റിംഗ് ആയിരിക്കും. പറഞ്ഞേക്കുന്നതിനകത്തൊക്കെ ഓരോന്നിനും ഓരോ മീറ്റിംഗ് ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയിപ്പ് വരും, അവരവരുടെ സംഭവം വരുമ്പോൾ മാത്രം കയറുക. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് അടുത്തത് വരുന്നത് ഫുഡ് പ്രോസസ്സിംഗ് പാർക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഏറ്റവും ഭയങ്കരമായ ലാഭത്തിൽ നടക്കാവുന്നതാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് കാലിക്കറ്റുള്ളത് ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ആ ഫുഡിനെ എങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് പാക്ഡ് ഫുഡായിട്ട് ലോകത്തെല്ലായിടത്തും എത്തിക്കാനായിട്ട്, ശരിക്കും പറഞ്ഞാൽ അത് നന്നായിട്ട് നടത്തിയാൽ പോലും 10,000 CR വിറ്റോറിയോ പോലും ഉണ്ടാക്കുന്ന അത്രയും പവർഫുള്ളാണത്. ഓക്കെ. പിന്നെ അതുകൂടാതെ അപ്പോൾ അത് ഒരെണ്ണം, അതുകൂടാതെ മറ്റൊരിത് വരാൻ പോകുന്നത് ക്ലൗഡ് കിച്ചൺ. ക്ലൗഡ് കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇൻറ്റേർണലി ഉള്ള ആൾക്കാർക്കും എക്സ്റ്റേണലി ഉള്ള ആൾക്കാർക്കും ഒരു 10,000-5,000 പേർക്ക് മെക്കനൈസ് ചെയ്ത് നല്ല ഹയ്യസ്റ്റ് ക്വാളിറ്റി ഫുഡ്, എന്നാൽ മിതമായ വിലയ്ക്ക് ആൾക്കാരുടെ വീട്ടിൽ ആപ്പ് വഴി അവരിങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ വീട്ടിലെത്തുന്ന രീതിയിൽ, ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസും എല്ലാം നോക്കി അത് ഓൾമോസ്റ്റ് ഫൈനലൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ പിന്നെ സ്പെയിനിൻ്റെ മെഷീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടതിനകത്ത് ഏറ്റവും നന്നായിട്ട് കണ്ടേക്കുന്നത്. അപ്പോൾ പല രാജ്യങ്ങളിലെ മെഷീൻ കണ്ടേക്കുന്നതുണ്ട്. അപ്പോൾ എല്ലാം ആ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ താല്പര്യപ്പെട്ട ആൾക്കാർ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞുതരാം. അതുകൂടാതെ അടുത്തത് വെൽനസ് ഹബ്ബിനകത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് ആൾക്കാർ പൂർണ്ണ ആരോഗ്യം, പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേണ്ടത് പൂർണ്ണ ആരോഗ്യമാണ്. അപ്പോൾ പൂർണ്ണ ആരോഗ്യം ഈസിയായിട്ട് കിട്ടാവുന്ന, അതുപോലെ തന്നെ ന്യൂട്രീഷൻ, മെൻ്റൽ ഹെൽത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഒരു 5-6 കോമ്പണൻസ് വരുന്നുണ്ട്. ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കാലിക്കട്ട് നമ്മൾ മലാപ്പറമ്പിൽ മോഡേൺ മെഡിസിൻ്റെ ഡോക്ടേഴ്സും ഒക്കെ ഇരുന്ന് അങ്ങനത്തെ ഒരു സെൻ്ററുണ്ട്. സൈക്കോളജിസ്റ്റുകളും എല്ലാം ഉണ്ട്. ഫുഡ് ന്യൂട്രീഷൻ എക്സ്പേർട്ടും എല്ലാം ഉൾപ്പെടെയാണ്. അത് കുറച്ചുകൂടി ഇതായിട്ട് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ബിൽഡിങ് അവിടുത്തെ നല്ലപോലെ ഇന്നോവേറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. അത് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ പ്രോജക്റ്റിനകത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ 24 hours അവിടെ ഡോക്ടറും നേഴ്സസും എല്ലാവർക്കും കെയർ കിട്ടും. തന്നെയല്ല ലോങ് ലൈഫ്, നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടാതെ, യൂത്ത് പോകാതെ കഴിയുന്നത്ര കാലം കൊണ്ടുപോകാനായിട്ട് അത് വലിയ ഇന്നോവേറ്റീവ് സംഭവമാണ്. അതിലേക്ക് സെലിബ്രിറ്റീസും എല്ലാം അട്രാക്റ്റ് ചെയ്യപ്പെടും. അതിന് ഒരു നല്ല രീതിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അതിനകത്ത് പോയി നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് അയച്ചാൽ മതി, അതിൽ പോകണമെന്നുള്ള. അപ്പോൾ അവിടുത്തെ നമ്പറുകളും ബാക്കിയെല്ലാം ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് മെറ്റാജൻ എന്നാണ് നമ്മൾ അതിനിട്ടേക്കുന്ന പേര്. ഒരു ഹൈടെക് ആയിട്ട് ഇനി വരാൻ പോകുന്ന നമ്മുടെ പിന്നെ ജീനോമിക്സും ഒക്കെ ചേർത്തിട്ടുള്ളൊരു സംഭവമാണ് അതിന് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇതിൽ താല്പര്യമുള്ള ആൾക്കാർ പ്രത്യേകമായിട്ടും വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ആണല്ലോ, എനിക്ക് റീച്ച് ചെയ്യാനതാണ് എളുപ്പം. അപ്പോൾ നിങ്ങൾ ചിലർ എബ്രോഡാണ്, ചിലർ പല രാജ്യത്താണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വരാൻ പോകുന്നത് ഇന്നൊവേഷൻ ടെക് പാർക്ക്. നമ്മൾ പിന്നെ ഇൻഫോ പാർക്ക് പോലെ, അതല്ലെങ്കിൽ ടെക്നോ പാർക്ക് പോലെ. പക്ഷേ നമ്മളിപ്പോൾ അത് ഈ BPO ഒന്നും കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള വരാൻ പോകുന്ന ടെക്നോളജിയിൽ, അപ്പോൾ ഈ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ വരും, AI റിസർച്ച് ഇംപ്ലിമെൻറ്റേഷൻ വരും. അതെല്ലാം അവിടെ വരുന്നുണ്ട്. മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഹൈടെക് ആയിട്ട് ഭയങ്കര ഗ്രോത്ത് ഉണ്ടാകാൻ പറ്റുന്ന പ്രസ്ഥാനങ്ങളും മാത്രമായിട്ട് നമ്മൾ അതിനകത്ത് പ്രത്യേകമായിട്ട് സൗകര്യം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഭയങ്കര താല്പര്യമുള്ള, സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഓൾറെഡി നിങ്ങൾ വലിയ കോർപ്പറേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, ഇതിൻ്റെ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് വന്ന് ഇതിനകത്ത് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ കാണിച്ച് വാട്സപ്പ് ചെയ്യാം. അതുകൂടാതെ അടുത്തത് വരുന്നത് നമുക്ക് ഒരു ആയുർവേദ ഹീലിംഗ് വില്ലേജാണ്. അപ്പം അതിനെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വില്ലേജ് നമ്മൾ പ്രത്യേകമായിട്ട് ആക്കിയെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോകത്തിലെ വൺ ഓഫ് ദ ടോപ്പ് ആയുർവേദിക് ഹീലിംഗ് വില്ലേജ് ആയിരിക്കും.
അപ്പം ആൾക്കാർക്ക് അവിടെ വന്ന് ട്രീറ്റ് ചെയ്ത് മാസങ്ങൾ താമസിച്ച് വേണമെങ്കിൽ പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവിടെ മെഡിക്കൽ ടൂറിസം നമ്മുടെ നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അതും ഉപയോഗിക്കാം. അതിലാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ സോ ബി വിത്ത് മീ അതിനകത്തോട്ട് വരിക. അടുത്തത് നമുക്ക് ഫിലിം പ്രൊഡക്ഷൻ ഹബ്ബ്. ഫിലിം പ്രൊഡക്ഷൻ ഹബ്ബിനകത്തെന്ന് പറഞ്ഞാൽ ഈ നടന്മാരെയൊക്കെ മിനിമൈസ് ചെയ്യും. ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ AI അവതാരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടന്മാർ തന്നെ നമ്മൾ എടുത്തിട്ട് അവരെ തന്നെ അവതാറാക്കി മാറ്റിയിട്ട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് എല്ലാം ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടായിരിക്കും വരുന്നത്. അപ്പം കൂടുതലും AI ഇത് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അത് ഭയങ്കര സാധ്യതയുള്ളതാണ്, നല്ലപോലെ പണം വരുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ മൈ സ്റ്റുഡൻസ് അതിലോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് എല്ലാത്തിലും കയറി നമ്മൾ സമയം കളയരുത്. അപ്പോൾ അതിലേക്ക് വരാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തത് മെറ്റാവേഴ്സ് 7D ക്രിയേറ്റേഴ്സ്. മെറ്റാവേഴ്സ് എന്ന് അറിയാമല്ലോ, നമ്മൾ വേറൊരു ലോകത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ടെക്നോളജി, അത് ലേണിങ്ങിന് വേണമെങ്കിൽ ഉപയോഗിക്കാം, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം. 7D എന്ന് പറയുമ്പോഴത്തേക്കും ഈ 3D നിങ്ങൾക്ക് അറിയാമല്ലോ, 3D കഴിഞ്ഞ് കഴിഞ്ഞാൽ 4D 5D 6D 7D 7 ഡയമെൻഷൻസ് വരുമ്പോഴത്തേക്കും തറയും മോളും സൈഡും ഭിത്തിയും എല്ലാം, അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഇൻവോൾവ് ചെയ്ത് അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ വേറൊരു ലൈഫിലേക്കാണ്. ഞാനപ്പോൾ ആക്ച്വലി ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ മാർസിൽ പോയിട്ടുണ്ട്. റിയലി മാർസിൽ പോകുന്ന അനുഭവം ഈ മെറ്റാവേഴ്സിൽ എനിക്ക് ഞാനുണ്ടായിട്ടുണ്ട്. ഞാൻ ജപ്പാനിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്നി വേൾഡിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇത് എനിക്കൊരു അത് അന്ന് മുതലേ തുടങ്ങിയ കാര്യമാണ്. പക്ഷേ അത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഫണ്ടിൻ്റെ കുറവെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഭവമായിട്ട് ഇതിവിടെ ഇല്ലാത്തതുകൊണ്ട്, കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വരും. അതോടൊപ്പം തന്നെ ഒരു തീം പാർക്കും ഉണ്ടാവും, അപ്പം ഇത് പറ്റിയ തിയേറ്റർ ഉണ്ടാവും. ഇനി അതുകൂടാതെ നമുക്ക് ഒരു ഇൻഫിനിറ്റി ലോഞ്ച് ആൻഡ് ഓതൻറ്റിക് ക്യുസിൻ റെസ്റ്റോറൻറ്റ്, അത് ഏറ്റവും ടോപ്പിലായിരിക്കും. നമുക്ക് 26ാമത്തെ 28ാമത്തെ നിലയിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് പല ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യാനും അവിടെ വന്നിരിക്കുന്ന ലൈഫിലൊരു സ്വപ്നമാകാനും പല മീറ്റപ്പ് ചെയ്യാനും വളരെ ഓതൻറ്റിക്കായിട്ട്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ ഉത്ഭവിച്ചിട്ടുള്ളത് സ്റ്റാർബക്സിനകത്താണ്. അപ്പോൾ സ്വസ്ഥമായിട്ട് ആൾക്കാർക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ, എന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം വേണം. അപ്പോൾ അതിലൊന്നാണ് നമ്മൾ ഇൻഫിനിറ്റി ലൗഞ്ച് ആൻഡ് ഓതൻറ്റിക് ക്യുസിൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ എത്രയോ മണിക്കൂറുകളാണെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയണം. അതിനെക്കുറിച്ച് താല്പര്യമുള്ള ആൾക്കാർ അതിൽ വരിക. ഞാൻ നടത്താനായിട്ടല്ല, എൻ്റെ ശിഷ്യരുമായിട്ട് ചേർന്ന് നടത്താനാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊന്ന് ഈ ഗ്ലോബൽ കുലിനറി അക്കാഡമി എന്ന് പറഞ്ഞാൽ ഷെഫിനെയൊക്കെ വാർത്തെടുക്കാനുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് ലോകത്തേക്ക് പോകാൻ പറ്റിയ ഏറ്റവും മിടുക്കന്മാർ നമ്മൾ വാർത്തെടുക്കാൻ പറ്റിയ, അപ്പോൾ അത് നിങ്ങൾക്ക് സംരംഭമാക്കി മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ വരിക. അതിലേറ്റവും ടോപ്പ് സംഭവങ്ങൾ നമുക്ക് അതിലൂടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതിൽ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഏത് ലോകത്തെ രാജ്യങ്ങളിൽ പോണെങ്കിലും US പോലും വിസയൊക്കെ പെട്ടെന്ന് കിട്ടുന്നൊരു സംഭവമാണ് ഇങ്ങനെയുള്ള ഷെഫുകളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൂടാതെ അടുത്തത് നമുക്ക്, അപ്പോൾ ഇതിന് ഇഷ്ടമുള്ള ആൾക്കാർ അതിനു വേണ്ടി അപ്ലൈ ചെയ്യുക. അടുത്തുള്ള ആൾക്കാർ സീനിയർ വെൽനസ് റിട്രീറ്റ്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴേ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് പാർട്ണറായിരിക്കാം, നിങ്ങൾക്ക് തുടങ്ങി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ പ്രായമായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് വന്ന് ഡോക്ടറും നേഴ്സും 24 hours കെയറും ഒക്കെ ആയിട്ട്, എന്നാൽ വളരെ ഫണ്ണായിട്ട് സന്തോഷമായിട്ട് നമുക്ക് അതിനകത്ത് ജീവിക്കാം. ജീവിതകാലം അവസാനത്തെ ദിവസം വരെ അവിടെ ജീവിക്കണമെങ്കിലും ജീവിക്കാം. ആ രീതിയിലുള്ള, എന്നാൽ ഇത് ചാരിറ്റി ആയിട്ടൊന്നും ബന്ധപ്പെട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചാരിറ്റി വേറെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്, ഇതിനകത്തോട്ട് ചാരിറ്റി കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് മുടക്കി തന്നെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഏത് സ്ഥാപനം നിങ്ങൾ ഒറ്റപ്പെട്ടതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഒരു ഈക്കോ സിസ്റ്റം ഉണ്ടാവില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ അഡ്വൈസേഴ്സും, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറി, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, പിന്നെ ഡിസൈൻസ്, ഇൻറ്റീരിയർ ഡിസൈൻസ്, ആർക്കിടെക്റ്റ് എന്ന് വേണ്ട നമുക്കിപ്പോൾ ഹോട്ടൽ എക്സ്പേർട്സ് എല്ലാം അടങ്ങിയ നമുക്ക് പാനലുണ്ട്. അപ്പോൾ ഈ ലോയേഴ്സ് പോലും നമുക്ക് എക്സ്ട്രീംലി ഗുഡ് ലോയേഴ്സിനെ ഇവിടെയും കൊച്ചിയിലും ഡൽഹിയിലും എല്ലാം നമുക്കുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം പറയാം, നമ്മളിപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്തൊക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ അവിടെ ടൗൺഷിപ്പ് എടുത്ത് വരുമ്പോഴത്തേക്കും പെർമിഷൻ ചോദിച്ചപ്പോഴത്തേക്ക് അതൊന്ന് നോക്കിയിട്ടൊരു ഉദ്യോഗസ്ഥനെ എഴുതി. ആക്ച്വലി അവിടെ മണ്ണെടുത്ത് മാറ്റിയ തിട്ടയുള്ളത് ഏതാണ്ട് ഒരു 10-15 വർഷം മുമ്പ് ആരോ ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പിടി മണ്ണ് പോലും വാരി നമ്മൾ ഗേറ്റിന് പുറത്ത് കൊണ്ടുപോയിട്ടില്ല, നമ്മൾ നല്ല രീതിയിലാണ് ചെയ്തത്. പക്ഷെ എന്നിരുന്നാലും വന്ന് നോക്കിയ ഉദ്യോഗസ്ഥൻ എഴുതിയത് മാസീവായിട്ട്, ഇങ്ങനെ ഫയൽ എഴുതിയിരുന്നത് മാസീവായിട്ട് നമ്മൾ മൈനിങ് ചെയ്തു എന്ന് എഴുതി. അത് കാരണം നമുക്ക് ഒരുപാട് ഡിലേ വന്നു.
ഓക്കെ. പക്ഷേ ഇത് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത് അന്നത്തെ IPCയിൽ ഒരു വലിയ ക്രിമിനൽ ഒഫൻസാണ്. IPC സെക്ഷൻ 167 എന്ന് പറഞ്ഞാൽ തെറ്റായ ഇൻഫർമേഷൻ ഒരു സിറ്റിസണെതിരെ ഒരു ഫയലിൽ കളവായിട്ട് എഴുതി കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനെ പിടിച്ച് 3 വർഷം പിടിച്ച് അകത്തിടും. ഇത് വ്യക്തമായ തെളിവാണ്. അത് കേസാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യന് ഊരിപ്പോരാൻ പോലും പറ്റത്തില്ല. പ്രത്യേകിച്ച് ഞാനൊരു അഡ്വക്കേറ്റുമാണ്. അപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ ശിഷ്യന്മാരൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചാൽ പോലും അയാൾക്ക് ഊരി പോരാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ഒരു കാര്യം ചെയ്തു, തുടങ്ങിയ ഒരു പ്രോജക്റ്റിനിടയ്ക്ക് ഇങ്ങനെ ഒരു വിക്ടിമിനെ വേണ്ടാന്നും പറഞ്ഞ് ഞാൻ അങ്ങ് വിട്ടതാണ്. അപ്പോൾ ഈ കേരളത്തിൽ തുടങ്ങുന്ന പല പരിപാടികളും ഡിലേ ചെയ്യുന്നത് ഗവൺമെൻറ്റൊക്കെ വലിയ സപ്പോർട്ടാണ്. നല്ല കാര്യങ്ങൾക്കെല്ലാം ഏത് ഗവൺമെൻറ് വന്നാലും അവർ വളരെ പോസിറ്റീവാണ്. കാരണം റവന്യൂ കൂടിയാലല്ലേ സ്റ്റേറ്റിൽ നിലയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചാരായത്തിൻ്റെ പൈസയും ലോട്ടറിയുടെ പൈസയും കൊണ്ട് എത്ര കാലം സ്റ്റേറ്റ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വരേണ്ടത് ഗവൺമെൻറ്റിൻ്റെ വളരെ അത്യാവശ്യമാണ്. പക്ഷേ അതിന് തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഓരോ ഉദ്യോഗസ്ഥനും അവരെ കോടതി പിടിക്കും, നിയമത്തിൻ്റെ മുന്നിൽ അവർ മറുപടി പറയണമെന്നൊരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്തേക്കും. ഇപ്പം തന്നെ നമ്മൾ ബെസ്റ്റ് ലോയേഴ്സിൻ്റെ ഒരു ടീം തന്നെയുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഡിലേ ആക്കുകയോ തടസ്സം ഉണ്ടാക്കിയെന്നാൽ അവർ ഡീൽ ചെയ്തോണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിലെ ടോപ്പിലെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഓപ്പണായിട്ട് ഞാൻ പറയുമല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു സീനിയർ വെൽനസ് റിട്രീറ്റ് പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരെ ഞാൻ ഒന്നിച്ചു വെച്ചുകൊണ്ട് നിങ്ങളെക്കൊണ്ട് തന്നെ ഇത് തുടങ്ങിച്ച് ഞാൻ മെൻറ്റർ ചെയ്ത് അത് വലിയ ലാഭകരമായിട്ടൊരു പ്രസ്ഥാനമായിട്ട് തന്നെ അവിടെ നടത്തും. അടുത്തത് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു നെക്സ്റ്റ് ജനറേഷൻ ഡിജിറ്റൽ മീഡിയ ആൻഡ് ആപ്പ് സ്റ്റുഡിയോ. ഒരുപാട് ആപ്പുകൾ ഇറങ്ങുന്നുണ്ട്. നമ്മൾ സൂപ്പർ ആപ്പുകൾ ഇറങ്ങി ലോകത്തുനിന്ന് ഒരുപാട് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്പുകൾ ഇറങ്ങുന്നതും അതുപോലെ ഡിജിറ്റൽ മീഡിയയിൽ ലോകത്തെ ഏറ്റവും ടോപ്പിൽ അഡ്വൈസ് കൊടുക്കാവുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുക. ആ മേഖലയിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. ഞാനുമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് നിങ്ങൾ ആ താല്പര്യമുള്ള ആൾക്കാരെ ഒന്നിപ്പിച്ച് സംസാരിച്ച് പല പ്രാവശ്യം സംസാരിച്ച് നിങ്ങളൊരു സെറ്റിലായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റി വേണോ, എക്സ്റ്റേണൽ അഡ്വൈസേഴ്സ് വേണോ, മാർക്കറ്റിംഗ് വേണോ, ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ ഒരു പ്രസ്ഥാനമാക്കി അതിനെ വലിയ വിജയമാക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ മെൻറ്റർ ചെയ്ത് കൂടെ ഉണ്ടാവും. അപ്പോൾ വേറൊരിടത്ത് പോയി ഒറ്റയ്ക്ക് ചെയ്യുന്ന പോലെയല്ല, ഇത് ഭയങ്കര ഒരു ഈക്കോ സിസ്റ്റത്തിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ 600 CR വന്ന്, പിന്നെ നമ്മൾ 2000 CR വന്ന്, പിന്നെ ഒരു 10,000 CR നമ്മൾ ഇതെല്ലാം കൂടെ അവിടെ വരുന്നത്. പക്ഷേ ഇതെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജായിട്ട് മേ ബി ഒരു 6-8 വർഷമൊക്കെ കഴിയുമ്പം മോർ ദാൻ ഒരു 100,000 crores മുകളിൽ വിറ്റുവരവുള്ള പ്രസ്ഥാനമായി 1,00,000 കോടിക്ക് മുകളിൽ വിറ്റുവരവായിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് അതിനാണ് അടിത്തറ ഇടുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലാത്ത രീതിയിൽ അതിനുള്ള അടിത്തറകൾ മുഴുവൻ ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 10-300 ആന്ത്രപ്രനേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് അവരെ നമുക്ക് ഗ്ലോബൽ കൺസൾട്ടൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഗ്ലോബലി നമ്മളിവിടെ നിൽക്കാൻ പോവുകയാണ്. സ്റ്റാർലിങ്ങിൽ നിന്നൊക്കെ ഇവിടേക്കൊക്കെ ഇൻ്റർനെറ്റൊക്കെ ഡയറക്റ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ അതിൽ താല്പര്യമുള്ളവർ നോക്കിക്കൊള്ളുക. പിന്നെ സ്മാർട്ട് AI ആൻഡ് RPA ഹോം ലാബ്. അതായത് വീടുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നല്ല സ്മാർട്ട് ഹോംസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് ഹെൽപ്പും സപ്പോർട്ടും ഒക്കെ ഇൻ്റലിജൻറ്റ് വീട്, ഇപ്പോൾ ഇൻ്റലിജൻറ്റ് കാർ നമുക്കുള്ളത് അറിയാമല്ലോ, അതുപോലെ ഇൻ്റലിജൻറ്റ് ഹോം ആക്കി മാറ്റാൻ പറ്റിയ ഈ സംഭവം ഞാനിപ്പോൾ അടുത്ത കാലത്ത് കുറേ എക്സ്പോയിലൊക്കെ ഇത് കണ്ടിട്ടിരിക്കുകയാണ്. അപ്പം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും RPA റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷനും കൊടുത്തുകൊണ്ട് വീടുകളെ ഭയങ്കര ഇൻ്റലിജൻറ്റ് ഹോമാക്കി നമ്മുടെ ആ ഒരു പ്രത്യേക ലെവലിലുള്ള എന്നാൽ വലിയ കോസ്റ്റൊന്നും ഇട്ട് വരുന്നുമില്ല, ഇതെല്ലാം കൊടുക്കാനായിട്ടുള്ള സംഭവം. ഇതാണ് നമുക്ക് അതിന് താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളെ ഒന്നിപ്പിക്കണം. താല്പര്യമില്ലാത്ത ആൾക്കാർ വരാതിരിക്കുക, താല്പര്യമുള്ള ആൾക്കാർ ഇതിൽ തന്നെ വാട്സപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു സംഭവം വരുന്നത്, അത് ആക്ച്വലി ഞാനാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ ദുബായ് ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ തന്നെ തുടങ്ങുകയാണ് ദ ബില്യണയർ മൈൻഡ് സെറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അത് വലിയ തോതിൽ ആൾക്കാരും ലോകത്ത് ഈ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ട്രെയിനേഴ്സും കോച്ചസും ഒക്കെ ആയിട്ട് ചേർന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതിൻ്റെ റിസർച്ചും ഡെവലപ്മെൻറ്റും സോഫ്റ്റ്വെയർ ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ കാലിക്കട്ടേക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേക കെട്ടിടങ്ങളും എല്ലാം കൊണ്ടുവന്ന് ടെക്നോ പാർക്കിലൊക്കെ വന്നിരിക്കുന്ന ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അതിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ഗ്ലോബലി ഇത് ചെയ്യുന്നതിൻ്റെ ബാക്ക് ഓഫീസായിരിക്കും. ലോകത്ത് എവിടെയൊക്കെ പ്രവർത്തിക്കുന്ന യൂറോപ്യൻ യൂണിയനിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് കൊണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ബാക്ക് ഓഫീസ് വർക്ക് ഇവിടെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ തീർന്നു കഴിയുമ്പം ഒരു 2000 മുതൽ ഒരു 10,000 പേർക്കെങ്കിലും ജോലി കിട്ടാവുന്ന സ്റ്റേജിലേക്ക് നമുക്കിത് വളരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിനകത്ത് താല്പര്യമുള്ള ഞാൻ മാത്രം കൊണ്ടൊന്നും തീരുമില്ലല്ലോ.
എനിക്ക് ശേഷവും ഞാൻ ഇല്ലാത്തൊരു കാലം വന്നാൽ ഈ പ്രസ്ഥാനം നയിക്കാനുള്ള ആൾക്കാർ വേണം. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിങ്, കോച്ചിങ്, മെൻറ്ററിങ്ങിനകത്ത് വലിയ താല്പര്യമുള്ള ആൾക്കാർ ഇതിനകത്തോട്ട് ഇപ്പോൾ നിങ്ങളെ കൂടെ ചേർത്തിട്ടാണ് നടത്തുന്നത്. എല്ലാവർക്കും കിട്ടണം, നേട്ടം എല്ലാവർക്കും കിട്ടണം. ഈ ഒറ്റയ്ക്കായിട്ട് ഒരാളായിട്ട് നടത്തുന്ന ഒരു പരിപാടിയായി പോകണ്ട. അടുത്തത് നെക്സ്റ്റ് നമുക്ക് പ്രിസിഷൻ നാനോ ബ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനകത്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സൗന്ദര്യം നിലനിർത്താനും ബ്യൂട്ടി ഇത് ചെയ്യാനും വളരെ പ്രിസിഷനായിട്ടും പോത്ത പാടുകളോ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ മാറ്റിക്കളയാനായിട്ട് ഭയങ്കര എക്സ്പേർട്സ് ഇരുന്നിട്ട് ഒരു ഗ്ലോബലി ടോപ്പ് ക്വാളിറ്റി. അപ്പോൾ അതിൻ്റെ പലതിൻ്റെയും ഫ്രാഞ്ചൈസിയൊക്കെ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടൊരു ഒരു സംഭവം. ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ ഒന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പോൾ ഈ മോളിൽ പറഞ്ഞതിനകത്തൊക്കെ നിങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരെ നിങ്ങളെ ഞാൻ പല എക്സ്പോയ്ക്കും ഗ്ലോബലി വിടും. ചിലതിനൊക്കെ ഞാനും വരുന്നത് എൻ്റെ കൂടെ ആയിരിക്കും വരേണ്ടിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങളത് ബോധ്യം വന്ന് എങ്ങനെ നടത്താമെന്നുള്ളതിനെക്കുറിച്ചെല്ലാം പഠിച്ച് ഇത് പ്രോജക്റ്റ് മുഴുവൻ പഠിച്ച് നിങ്ങളുടെ ഫണ്ടിങ് ഓപ്ഷൻസ് എല്ലാം പഠിച്ചതിന് ശേഷം വേണം ഇത് നമ്മൾ തുടങ്ങാനായിട്ട്. അല്ലാതെ നമ്മൾ വെറുതെ അങ്ങനെ ചാടിക്കറിങ്ങ് തുടങ്ങുകയല്ല. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇത് ഇപ്പോൾ ബ്യൂട്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞു. ആ താല്പര്യമുള്ളവർ അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഓരോന്നും വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ താല്പര്യം കൂടെ ഒന്ന് പറയണം, എങ്കിലാണ് നമുക്ക് ഒന്നിപ്പിക്കാൻ പറ്റുക. അതുപോലെ തന്നെ നിങ്ങൾ ഇൻട്രാക്റ്റീവ് സയൻസ് പാർക്ക് സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് തുടങ്ങിയത് മുതൽ ഇപ്പോൾ വരെ ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളതെല്ലാം പ്ലാനറ്റോറിയം പോലൊരു സംഭവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ലോകത്താകപ്പാടെ ഒരു 4-5 എണ്ണേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിലൊരെണ്ണമാണ്. പക്ഷേ നമുക്കത് റെഗുലറായിട്ട് എല്ലാ സ്കൂളിൽ നിന്ന് പോലും നമ്മൾ ടൈം എടുത്ത് കൃത്യമായിട്ട് ആൾക്കാർ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതും ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും. നമ്മൾ അത്രയും വണ്ടികളൊക്കെ വരുന്നവരെ താങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ അതിനകത്ത് കയറുമ്പോഴത്തേക്ക് ആക്ച്വലി അവർ ആറ്റത്തിനകത്തോടൊക്കെ കയറി ആറ്റമൊക്കെ മനസ്സിലാക്കി, കെമിസ്ട്രിയൊക്കെ മനസ്സിലാക്കി, ഫിസിക്സൊക്കെ മനസ്സിലാക്കി ആ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. റിയലി കണ്ടുകൊണ്ട് ചെയ്യുന്ന സയൻസും മാത്സും എല്ലാം ഉണ്ടാകും. അപ്പം ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ, അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ സ്ഥാപനങ്ങളെല്ലാം കണക്ട് ചെയ്ത് വരുന്നതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറിലും മറ്റിലൊക്കെ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാവും. ഓക്കെ, ഡെവലപ്മെൻറ്റിലൊക്കെ ഒരുപാട് ലാഭം ഉണ്ടാകും. ഫണ്ടിങ്ങിനകത്താണെങ്കിലും പിന്നെ അതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ ആണെങ്കിലും ഗ്ലോബലി ഇത് ബ്രാൻഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇൻട്രാക്റ്റീവ് സയൻസ് പാർക്കിൽ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ എഴുതുക, വാട്സപ്പ് ചെയ്യുക. അടുത്ത വരുന്നത് നമുക്കൊരു മലബാർ സിഗ്നേച്ചർ ക്ലബ്ബ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് അത് ചേരുന്നതിന് 10 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് അതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും കൊടുത്തിട്ട് എല്ലാ ഗെയിംസും, സ്വിമ്മിംഗ് പൂളും, അതുപോലെ തന്നെ മീറ്റിംഗ് ഹാളുകളും, കല്യാണം പ്രോഗ്രാം പോലുള്ള നടത്താനൊക്കെ പറ്റി. അപ്പോൾ ട്രിവാൻഡ്രം ക്ലബ്ബ്, ശ്രീമൂലം ക്ലബ്ബ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നെക്സ്റ്റ് ജനറേഷൻ ഇപ്പോൾ മുംബൈയിലാണെങ്കിൽ, ഡൽഹിയിലാണെങ്കിൽ ജിംഖാന ക്ലബ്ബുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലബ്ബുകളുമായിട്ട് നമ്മൾ അഫിലിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ മെമ്പേഴ്സിന് ഇവിടേക്കും വരാം. ഇവിടുത്തെ മെമ്പേഴ്സിന് അവിടെ ആ സിറ്റികളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആ കാർഡ് വെച്ചിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളൊരു സംഭവമായിരിക്കും. അതൊരു വളരെ പ്രൈമായിട്ടുള്ളൊരു സംഭവം. നമ്മൾ മുടക്കിക്കുന്നത് ഇങ്ങനെ കിടന്ന് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം അതാണ് അതിനകത്ത് വരാവുന്ന മറ്റൊരു സംഭവം. പിന്നെ ഇതിനകത്ത് നമുക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ അപ്പോൾ ഈ ഓരോന്നും നിങ്ങൾക്ക് താല്പര്യമുള്ളതായിരിക്കും. ഇതിൻ്റെ ബിസിനസ് സ്ട്രക്ചർ, ഫണ്ടിങ് സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുന്ന്, ഞാൻ പറഞ്ഞല്ലോ പല എക്സ്പോയ്ക്കൊക്കെ വെട്ടനായിട്ട് വരും. ചിലതിനൊക്കെ നിങ്ങൾക്ക് നടന്നിട്ടുള്ളതിൻ്റെ വീഡിയോസൊക്കെ തരാൻ പറ്റും. ചിലതിനൊക്കെ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ റിസ്ക് വളരെ കുറവായിരിക്കും ഈ ഒരു രീതിയിൽ നടത്തുമ്പോൾ. അപ്പോൾ ക്യാപിറ്റൽ പൂളിങ്, അപ്പോൾ നമ്മൾ അതിനകത്ത് കുറേ പേരുള്ളത് കൊണ്ട് അപ്പം അതിനകത്ത് ആർക്കും ഒരു പ്രശ്നക്കാരൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ അതിൽ നിന്ന് അയാൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ റിട്ടേണും കൊടുത്ത് അന്ന് തന്നെ ഒഴിവാക്കാൻ പറ്റിയ സംവിധാനവും അതിനകത്ത് കാണും. പക്ഷേ ബാക്കിയുള്ളവർക്ക് എങ്ങനെ നമ്മൾ മറ്റുള്ളവർ അക്കോമഡേറ്റ് ചെയ്യും, ലോകത്തെ ഏറ്റവും നല്ല കമ്പനികൾ എങ്ങനെയാണ് ഭരണം നടത്തുന്നത്, ആ ഒരു വിദഗ്ധതയൊക്കെ തന്നുകൊണ്ടായിരിക്കും. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് പിന്നെയും ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ഉണ്ട്, ലൈഫ് മെമ്പർഷിപ്പ് ഉണ്ട്, പിന്നെ ഇക്വിറ്റീസ് എടുക്കാം, നമുക്ക് പ്രൈവറ്റ് ഇക്വിറ്റി എടുക്കാം, പിന്നെ കോർപ്പറേറ്റ് ഫണ്ടിങ് ഉണ്ട്, സക്കോയ ക്യാപിറ്റലൊക്കെ പോലെയുള്ള ഗ്ലോബലി ഫണ്ട് കൊടുക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ബോണ്ടുകൾ ഇറക്കാനായിട്ട് പറ്റും. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്യും. പിന്നെ ചില കാര്യത്തിനൊക്കെ ഇപ്പോൾ ഈ സയൻസ് പാർക്കിനൊക്കെ ക്രൗഡ് ഫണ്ടിങ് പോലുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് സഹായമായിരിക്കും. പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസുമായിട്ട് ഹൈ ഗ്രോത്ത് പ്രോജക്റ്റായിട്ട്, ഭയങ്കര ഹൈ ഗ്രോത്താണ് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആൾക്കാർ 100-300 പേര് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം ഒന്നിച്ച് നിന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇതിൽ കൂടെ മൊത്തത്തിൽ ഇതൊരു 1 ലക്ഷം കോടി വിറ്റുവരവുള്ളതിലേക്ക് പോകണം. അപ്പോൾ ഇതിനകത്ത് ചില ഗവൺമെൻറ്റൽ ഗ്രാൻഡ് ഉണ്ട്, പ്രത്യേകിച്ച് സയൻസ് പാർക്കിനും ഒക്കെ ആയിട്ട് ചില ഫണ്ടിങ് സ്കീമുകളുണ്ട്. അതെല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ടാക്സ് ഇൻസെൻറ്റീവ്സ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആയിട്ട്, പിന്നെ ഗ്രീൻ ഇന്നൊവേഷൻ ആയിട്ടുള്ളതുണ്ട്.
റവന്യൂ ഷെയറിംഗ് ആയിട്ട് ഒരുപാട് ടൈപ്സ് ഗ്ലോബലി ചെയ്യാം, ചില എഗ്രിമെൻറ്റ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇത് നമ്മൾ കൊണ്ടുവരുന്ന ലൈഫ് ലൈൻ മെമ്പേഴ്സിനാണല്ലോ മെയിനായിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ഈ കൊളാബറേറ്റ് വിത്ത് മൾട്ടിപ്പിൾ ബാങ്കിൻ്റെ ഒരു സിൻഡിക്കേറ്റ്സ് ആയിരിക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ലാർജ് സ്കെയിലായിട്ടുള്ള പ്രോജക്റ്റ്, വളരെ ലാർജ് സ്കെയിലാണല്ലോ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ലോകത്തിൽ ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ വിജയിപ്പിച്ച ആൾക്കാരെയൊക്കെ ആദ്യ കാലങ്ങളിൽ നമ്മൾ CEO ആയിട്ടൊക്കെ വെക്കേണ്ടതായിട്ട് വരും. അപ്പം എങ്കിലും നമുക്ക് ആ ഒരു ട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഉയരാനായിട്ട് പറ്റുള്ളൂ. പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, പിന്നെ എക്സിക്യൂഷൻ സ്ട്രാറ്റജീസ്, പിന്നെ ഈ പ്രോജക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ബ്രേക്ക് ഈവനിലേക്ക് കൊണ്ടുവരിക, പിന്നെ അതിനൊരു സീക്വൻഷ്യൽ കംപ്ലീഷൻ എങ്ങനെയാണ് ചെയ്യുക, ചില കാര്യങ്ങളെല്ലാം നമുക്ക് നേരത്തെ തന്നെ ഔട്ട്സോഴ്സ് ചെയ്ത് പോകണം. പിന്നെ എജൈൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റൊക്കെ വേണം, ജപ്പാനീസ് മാനേജ്മെൻറ്റിൻ്റെ രീതികൾ ഉപയോഗിക്കണം. അപ്പോൾ ഇതിന് സമാനമായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതിന് സമാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിങ്ങനെ മോഡലുണ്ടോ? യെസ്, പല മോഡലുകൾ ഞാൻ നിങ്ങൾക്ക് വരുമ്പോൾ തരാം. നമുക്കിപ്പോൾ എക്സാമ്പിൾ സൗദി അറേബ്യയിൽ നിയോം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. സൗദി ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നിയോം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. സ്പാർക്ക് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ ആ ലൈനിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക്കാണ്. റിസ്ക് ഒക്കെ വളരെ കുറഞ്ഞ റിസ്ക് മെഷർ ചെയ്തിട്ട് റിസ്ക് ഇല്ലാതാക്കിക്കൊണ്ട് എലിമിനേറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ്. പിന്നെ നമുക്കിവിടെ ഒരു ക്രോസ് സെക്ടർ കൊളാബറേഷൻ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. പിന്നെ ഓരോ ദിവസങ്ങളും കൃത്യമായ മൈൽ സ്റ്റോൺസും ആക്ടിവിറ്റിയും, പിന്നെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാഫുകളൊക്കെ എടുക്കാനായിട്ട് മലയാളികളെ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള കാര്യം ചെയ്യണം. പിന്നെ ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി, അത് കൂടുതലും ഞാനായിരിക്കും നോക്കുന്നത്. പക്ഷേ നിങ്ങളും പഠിച്ചാൽ വരണമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ട്രസ്റ്റഡ് വെൻഡേഴ്സും സപ്ലൈസും ഒക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ്. പിന്നെ പ്രോജക്റ്റ് ടൈം ലൈന് നമ്മളിത് വളരെ മിന്നായം പോലെ പ്രോജക്റ്റുകൾ തീരണം. കാരണം ഇപ്പോൾ ഒരു ഇത് പറയാം, നമ്മളവിടെ കൊണ്ടുവരുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു ദിവസം താമസിച്ചാൽ നമുക്ക് 18 ലക്ഷം രൂപ ലോസ് ഉണ്ട്, ഒരു ദിവസം ഡിലേ വരുമ്പം. അപ്പോൾ അത് വരാതെ വളരെ പെട്ടെന്ന്, എന്നാൽ പിന്നെ ഇതിനകത്തൊക്കെ ഒരു ചെറിയ ലോ വയലേഷൻ പോലും വരാതെ എല്ലാ റെഗുലേഷൻസും കംപ്ലൈ ചെയ്തിട്ടായിരിക്കും. ഒരു റിസ്ക് നമുക്ക് എടുക്കാതെ വേണം ചെയ്യാനായിട്ട്. ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീം തന്നെ നമ്മൾ ഇതിനകത്തുണ്ടാക്കും. അവർ ചാലഞ്ചസ് വരുമ്പോൾ അവർ നോക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മെൻറ്ററിങ് ഉണ്ടായിരിക്കും, സ്ട്രാറ്റജി ഇവോൾവിങ് ഉണ്ടായിരിക്കും. അപ്പം ഞാനും അതിനകത്ത് വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ കാണും. അപ്പോൾ പിന്നെ ലീഡർഷിപ്പ് ട്രെയിനിങ്, പല ദിവസം ഇതിനകത്ത് വരുന്ന ഈ 300 പേരോളം വരാൻ പോകുന്നവർക്കൊക്കെ നല്ലതുപോലെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് ഇത് ഏത് രീതിയിലും ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ട്രെയിനിങ് എല്ലാം കൊടുത്തതിന് ശേഷമാണ് ക്യാപിറ്റൽ എടുക്കുന്നതും ഫണ്ടിങ് ഇൻവോൾവ് ചെയ്യുന്നവർ അതിനകത്തോട്ട് കൊണ്ടുവരുന്നതുമെല്ലാം. ചില ആൾക്കാർക്ക് 1-on-1 കോച്ചിങ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ സഹായിക്കാനായിട്ട് ഞാൻ മറ്റൊരു ഓർഗനൈസേഷൻ ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീക്കിലി, ക്വാർട്ടർലി, മന്ത്ലി സ്ട്രാറ്റജിയൊക്കെ നമുക്കുണ്ടാകും. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള അഡ്വൈസറി ബോർഡ് കാണാം. ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനകത്ത് അതേ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്ലോബലി ഉള്ളതോ ഓൾ ഇന്ത്യ ഉള്ളതോ ആയിട്ടുള്ള നല്ലൊരു ഡയറക്ടർ, പക്ഷേ അയാൾ ഇൻവെസ്റ്ററല്ല, നമ്മളെ ഡയറക്റ്റ് ചെയ്യാനായിട്ടൊരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിൻ്റെയൊക്കെ റിസോഴ്സസ് നമുക്കുണ്ട്. അപ്പോൾ ഒരു കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ചില ലീഡർഷിപ്പൊക്കെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒരു പിയർ ടു പിയർ മെൻറ്ററിങ്, കാരണം എല്ലാവരെയും കൂടെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് തന്നെ ഞാനിപ്പോൾ ഒരു ടീം എടുക്കുന്നുണ്ട്. പിന്നെ അൺഫോർച്യൂൺ ചലഞ്ചസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടണം. അപ്പം നമുക്ക് പിന്നെ കോവിഡ് പോലുള്ള, പിന്നെ ഒരു ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള സംഭവം നമ്മൾ കാണും. പക്ഷേ അത് ഇതിനകത്തുനിന്നല്ല കൊടുക്കുന്നത്. ഇതിനകത്ത് നമുക്ക് റവന്യൂ വന്നിട്ട് മറ്റെവിടെയെങ്കിലും ആയിരിക്കും. പിന്നെ നല്ല ടോപ്പ് ബ്രാൻഡിങ് വേണം, PR വേണം, പിന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിംഗ് വേണം. അതുപോലെ തന്നെ നമുക്ക് വലിയ പ്രീമിയം ബിസിനസ്സും ലക്ഷറി ഒക്കെയാണ് നമ്മളവിടെ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ കൺവെൻഷൻ സെൻറ്റർ, ഇത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി. ഈ ഓർഗനൈസേഷൻസ് എല്ലാം കൂടെ കണക്റ്റഡ് ആയിട്ടൊരു ലിങ്കുണ്ട്. അത് ഒന്ന് ഇക്കോസിസ്റ്റം പറയുമ്പോൾ ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന, മറ്റൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന. അപ്പം ഈ 20 ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ഇതിനകത്ത് 19 ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന, അങ്ങനെ മ്യൂച്വലി സപ്പോർട്ട് ചെയ്യുന്ന, മ്യൂച്വലി കോമ്പറ്റീഷൻ അല്ല, സപ്പോർട്ടീവായിട്ടുള്ള ഒരു സംഭവത്തിലാണിത് വരാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഒരു വളരെ റോബസ്റ്റ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ പ്രസൻസ് ഉണ്ടാകും. അപ്പോൾ ഇത് മൊത്തത്തിൽ തന്നെ ഒരു ഗ്ലോബൽ, ഞാൻ പറഞ്ഞില്ല സൗദി അറേബ്യയിലൊക്കെയുള്ള നിയോം പോലെയോ സ്പാർക്ക് പോലെയൊക്കെയുള്ള
അപ്പം അങ്ങനെ ഇത് ഗ്ലോബലി ബ്രാൻഡ് ചെയ്തിട്ടുണ്ടാകും. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക SEO ഒക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഹെൽത്ത്, ഫുഡ്, ടെക്നോളജി, ബിസിനസ്, ഇതെല്ലാം ഇതിനകത്ത്. അപ്പം എപ്പോഴും ക്രോസ് പോളിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ക്രോസ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അലയൻസസ് നമുക്കെപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. മറ്റുള്ളവരുടെ ഇൻസൈറ്റ്, എക്സ്പേർട്സിനെ, അപ്പോൾ അത് മറ്റുള്ളവരിൽ നിന്ന് ഉൾക്കൊള്ളാനും പഠിക്കാനുള്ള വിനയം നമുക്കുണ്ടാകും. അപ്പോൾ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കേൾക്കാനതല്ല, അവർക്ക് ഈ പണം ഉണ്ടാക്കി കൂട്ടുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, നമ്മൾ ആദ്യം നല്ലൊരു മനുഷ്യനാകണം. അതുകൊണ്ടാണ് അവിടെ ഈ ട്രാൻസ്ഫോർമേഷൻ യൂണിവേഴ്സിറ്റിയൊക്കെ നമ്മളവിടെ ഇത് ചെയ്യുന്നത്. ഒന്നിനെ വിജയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വേറെ ബിസിനസ്സുകൾ അവിടെ കൊണ്ടുവരാൻ പറ്റുമെങ്കിലും ബിസിനസ്സുകളുടെ എണ്ണം കൂടാനല്ല നോക്കുന്നത്. ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ബാക്കി ബിസിനസ്സുകളെ അതിൽ നിന്ന് വാല്യൂ അഡീഷനും സപ്പോർട്ടും കിട്ടാൻ പറ്റുന്ന ബിസിനസ്സുകൾ മാത്രം വെച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡലുകളെല്ലാം വെച്ചിട്ട് ഒരുപാട് സംസാരങ്ങളും കഴിഞ്ഞ് ഡെലിബറേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൽ നിന്ന് നിങ്ങൾ വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടെ കേട്ട്, മൂന്നാമതൊരിക്കൽ കൂടെ കേട്ട്, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അയക്കുക. കാരണം ആദ്യമേ അത് വരുന്നവർക്കല്ലേ നമുക്ക് സഫീഷ്യൻ്റ് ആളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തോട്ട് ആൾക്കാരെ കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആൾക്കാരെ ഉൾപ്പെടുത്തി അത് സെറ്റാക്കി, പിന്നെ അവർ തമ്മിൽ ഒരുപാട് ചർച്ചകൾ നടത്തി, അതിനകത്ത് അവരുടെ പേഴ്സണാലിറ്റി ടെസ്റ്റുകളൊക്കെ നടത്തി, പിന്നെ ഫണ്ടിങ് ഓപ്ഷൻ, പ്രോജക്റ്റ് സ്റ്റഡി, പിന്നെ അതുപോലെ ഫീസിബിലിറ്റി സ്റ്റഡി, മാർക്കറ്റ് റിസർച്ച്, DPR, പിച്ച് ഡെക്ക്, ഇങ്ങനെ അങ്ങ് പോകുക. അത് അപ്പം ഈ കഴിയുന്നത്ര നേരത്തെ ഇപ്പോൾ കിട്ടിയാൽ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീണ്ടും കാണുക. നിങ്ങൾ ചിന്തിക്കുക, ഒറ്റയ്ക്ക് നിങ്ങൾ കിടന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവമായിട്ട് നിങ്ങൾ കിടന്നുകൊണ്ട് സ്ട്രഗിൾ ചെയ്യണോ, അതോ ഇതേപോലൊരു വലിയ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് ചെയ്യണോ? ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു റേഞ്ചിൽ അപ്പം നിയോമിൻ്റെയും സൗദിയുടെ സ്പാർക്കിൻ്റെയൊക്കെ ലെവലിലേക്ക് നമ്മൾ ദുബൈയിലൊക്കെ ഉള്ള ഓർഗനൈസേഷൻസ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഡസ്ട്രിക്ക് എതിരായിട്ട് ഉദ്യോഗസ്ഥർ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട്. അത് സത്യമാണെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ലോയേഴ്സിനെ, റിട്ടയർഡ് ജഡ്ജസിൽ നിന്നൊക്കെ ഒപ്പീനിയൻ എടുക്കാവുന്ന ഞാൻ ലോയേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് തടസ്സം ഉണ്ടാക്കുവാണെങ്കിൽ അവരെ നിയമപരമായിട്ട് നേരിടുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. GM റാവു എന്ന് പറഞ്ഞ ഒരാൾ ഡൽഹി എയർപോർട്ട് കൊണ്ടുവരാനായിട്ട് നോക്കിയപ്പം, ഇന്ദിരാഗാന്ധി നാഷണൽ എയർപോർട്ട് കൊണ്ടുവരാൻ നോക്കിയപ്പം ഏതാണ്ട് 294 ഏജൻസികളിൽ നിന്നും NOC വാങ്ങിക്കണമായിരുന്നു. അത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിനെ GM റാവു കണ്ടിട്ട് പറഞ്ഞു, ലോകത്തിലെ 6ാമത്തെ ടോപ്പ് എയർപോർട്ടാണ്, ഞങ്ങൾ പഠനമെല്ലാം കഴിഞ്ഞു, ഇനി ഇതുപോലെ 294 ഏജൻസികളിൽ നിന്ന് NOC കിട്ടണം, അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഒഴിഞ്ഞത്, നാട്ടിലെ നിയമം പാലിക്കാൻ എനിക്കിരിക്കാൻ പറ്റത്തില്ലല്ലോ, പാലിക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പം GM റാവു പറഞ്ഞു, ഞാൻ ഈ 294 എണ്ണത്തിൽ നിന്ന് ഇതെടുത്ത് പണം ശരിയാക്കി വരുമ്പോൾ ഒരു 12 വർഷം എടുക്കും. അപ്പോൾ 12 വർഷത്തേക്ക് മിനിസ്റ്റർമാരായിരിക്കും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത്, എയർപോർട്ടിലേക്ക് പോകാനും വരാനും ഒക്കെ ആയിട്ട് പറ്റാതെ വന്ന്, പിന്നെ എല്ലാ യാത്രക്കാരും അലയും. പ്രൈം മിനിസ്റ്റർ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ GM റാവു സുപ്രീം കോടതിയിലെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായ ഒരു ലോയറെ കാര്യം പറഞ്ഞേൽപ്പിച്ചു. ആ ലോയർ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ ഡോക്യുമെൻറ്റും എല്ലാം എടുത്ത് വരാൻ പോകുന്ന എയർപോർട്ടിന്, ലോകത്തിലെ 6ാമത്തെ എയർപോർട്ട്, അതെല്ലാം സുപ്രീം കോടതിയിൽ കൊടുത്തു. സുപ്രീം കോടതിയിൽ കൊടുത്തിട്ട് അദ്ദേഹം പ്ലീഡ് ചെയ്തത്, ഈ പറഞ്ഞ 294 ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം, കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തോളാം, പക്ഷേ ഈ ഒരു ദിവസം പോലും താമസിക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 3 വർഷം കൊണ്ട് ഡൽഹി എയർപോർട്ട് തീർത്തു തരാം, അല്ലെ 12 വർഷം എടുക്കും. അപ്പോൾ ജഡ്ജസ് ഇതെല്ലാം എടുത്ത്, ജഡ്ജസിൻ്റെ പാനൽ തന്നെ, ലാർജർ ബെഞ്ച് ഇതെല്ലാം നോക്കിയതിന് ശേഷം അവർ ഒരു ഉത്തരവിട്ടു, 24 അവേഴ്സിനകത്ത് ഈ 294 ഏജൻസികളും പെർമിഷൻസ് കൊടുക്കണം. ഏതെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ കഠിനമായി ശിക്ഷിച്ചു, പക്ഷേ ഒരു ദിവസം പോലും നിങ്ങൾ താമസിപ്പിക്കാൻ പാടില്ല. 24 അവേഴ്സ് ഇത് സുപ്രീം കോടതിയുടെ ഉത്തരവാണ്, കൊടുക്കണം. അങ്ങനെ 24 അവേഴ്സിനകത്ത് ഈ പറഞ്ഞ 294 ഓർഗനൈസേഷൻസും പെർമിഷൻ കൊടുത്തു. അപ്പം 3 വർഷമെന്ന് പറയുമ്പോൾ 36 മാസമുണ്ട്. പക്ഷേ GM റാവു 27ാമത്തെ മാസം അത് കംപ്ലീറ്റ് ചെയ്ത് കമ്മീഷൻ ചെയ്തു. ഇത് വാൾ സ്ട്രീറ്റ് ജേർണലിലും കൂടെ 6 കോളം ന്യൂസായിരുന്നു. ഇവിടുത്തെ പത്രങ്ങളൊന്നും അതൊന്നും ചെയ്തില്ല, വിജയത്തെ ആഘോഷിക്കത്തില്ലല്ലോ, നെഗറ്റീവ് ന്യൂസുകൾ മാത്രമാണല്ലോ സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് വലിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ അത് കോടതിയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ മാസീവായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ലിവറേജ് വളരെ കൂടുന്നത്. അപ്പോൾ ഇത് പഠിച്ചിരിക്കുന്നത് പല പ്രാവശ്യം പഠിച്ചാണ് നമുക്ക് ഇതിലേക്ക് വരാനായിട്ട് കഴിയേണ്ടത്. നിങ്ങളിപ്പോൾ ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും ശരി, മലയാളികൾ എവിടെയാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 65 വയസ്സ് മുതൽ 99 വയസ്സ് വരെ ജീവിക്കാൻ പറ്റിയ ഒരു ഇത് വേണം.
അതും കൂടെ ഇതിനകത്ത് ബിൽഡപ്പ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അതുകൂടെ പ്ലാൻ ചെയ്തിട്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിന്നീട് വരാൻ പോകുന്ന ഒരു ഫ്ലാറ്റും നേരത്തെ വാങ്ങിച്ചു കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വില്ലാസ് അതൊക്കെ നേരത്തെ വാങ്ങിച്ചു പോയതാണ്. അപ്പോൾ ഇതൊരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് അല്ല, ഇതൊരു ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റാണ്. അപ്പോൾ സർക്കാരിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടിരിക്കുന്നുണ്ട്, ഇതെന്തോ ഒരു ഹൗസിംഗ് പ്രോജക്റ്റാണ്. നോ, ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ്. അങ്ങനെ വന്നാലേ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ മാത്രം സ്വപ്നം കൊണ്ടല്ല ഇത് നടക്കേണ്ടത്. നമ്മൾ ഈ 300 പേരുടെ സ്വപ്നം ഒന്നിച്ച് ചേർത്തുകൊണ്ട് അതിനകത്ത് പല ഘടകങ്ങളായിട്ട് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ബിസിനസ്സിലേക്ക് തിരിയാനുള്ള സൗകര്യം വെച്ചുകൊണ്ട് വേണം. അപ്പോൾ നിങ്ങളിതിനെ വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്തതിന് ശേഷം ഞാനുമായിട്ടൊരു മീറ്റിങ്ങിന് നിങ്ങൾ തയ്യാറാകുക. അപ്പോൾ മീറ്റിങ്ങിലിരുന്ന് നിങ്ങൾ പിന്നെ ആരൊക്കെ നിങ്ങൾ ചേരുന്നത്, നിങ്ങളാണ് തുടങ്ങുന്നത്, പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഓരോ സമയത്ത് നിങ്ങളെ മെൻറ്റർ ചെയ്തും നോളജ് തന്നും അഡ്വൈസസിനെ തന്നും എല്ലാം ഉണ്ടാകും. ലോകത്ത് എങ്ങനെയാണ് ഫണ്ട് എടുക്കുന്ന വിധമൊക്കെ ഞാൻ തന്നെ പഠിപ്പിച്ചു തരാം. ലോകത്തിലുള്ള എല്ലാ ഫണ്ടുകളും എനിക്ക് എൻ്റെ വിരൽത്തുമ്പിലാണ് നിൽക്കുന്നത്, അതുമെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ പുതിയ വർഷം നമുക്കൊരു വലിയ മാറ്റം, ബിസിനസ്സിൻ്റെ മേഖലയിലൊരു വലിയ മാറ്റം പ്രത്യേകിച്ചും കാലിക്കട്ടിന് കൊണ്ടുവരാനായിട്ട് കഴിയട്ടെ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം, ഒന്നിച്ച് മുന്നേറാം. ഓൾ ദി ബെസ്റ്റ്.